ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2020 ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉണ്ടാക്കിയ ഒരു സ്മാർട്ട് ഫോൺ, യെസ്, ഇറ്റ്സ് ദ ONEPLUS NORD. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷൻ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ കിടിലൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിതിൻ്റെ ബോക്സിനെ നോക്കുമ്പോൾ ഒരു കിടിലൻ പ്രീമിയം ബോക്സിംഗ് ആണ്. ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് കിടിലൻ ഒരു ബോക്സിംഗ് ആണ്. നമുക്കിതിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ സൈഡിലായിട്ടാണ് നമുക്കിതിൻ്റെ വേരിയൻറ്റ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന വേരിയൻറ്റ് എന്ന് പറയുന്നത് 12 GB റാമും 256 GB ഇൻറ്റർണൽ സ്റ്റോറേജും ഉള്ളൊരു വേരിയൻ്റ് ആണ്. നമുക്ക് കളർ വൈസ് നോക്കുമ്പോൾ ഗ്രേ ഓണിക്സ് എന്നൊരു കളറാണ് നമുക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതിൻ്റെ ബാക്കി അൺബോക്സിങ്ങിലേക്ക് പോകാം. അങ്ങനെ ഇതാണ് നമ്മുടെ ONEPLUS നോഡിൻ്റെ ബോക്സ്. നമുക്ക് സൈഡിലേക്ക് ONEPLUS എന്ന് ബ്രാൻഡിങ് കാണാം, മേളിൽ നോഡ്, വീണ്ടും ONEPLUS നോഡ് എന്ന സൈഡിൽ ബ്രാൻഡിങ് കാണാം. നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം ഒട്ടും സമയങ്ങളാതെ. അപ്പോൾ ONEPLUS ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഫോണാണ്. ദിസ് വേ ടു ദ നോഡ് എന്ന് പറഞ്ഞ ഒരു ടാഗ് കൊടുത്തിട്ട് ഇതാണ് നമ്മുടെ ഫോൺ. നമുക്ക് ഫോണിനെ പറ്റി നമുക്ക് അധികം ഡീറ്റെയിലൊക്കെ പറയുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം ഇൻസൈഡ് ബോക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നു. അപ്പോൾ ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ബോക്സ് നമ്മൾ എടുക്കുന്നു. ഇതിൽ നമുക്കൊരു ബ്ലാക്ക് ബോക്സ് അതിൻ്റെ അകത്തുണ്ട്. ഈ ഒരു ബോക്സ് എന്താണെന്ന് നോക്കാം. ഇതെടുക്കുമ്പോൾ നമുക്കൊരു പേപ്പറും പിന്നെ ഒരു ബോക്സും പിന്നെ ഒരു പ്ലാസ്റ്റിക് കേസും നമുക്ക് ഇടുന്നുണ്ട്. ഈ ഒരു പ്ലാസ്റ്റിക് കേസ് നമുക്ക് എല്ലാം ഫോണുകളിലും ലഭിക്കുന്ന ഒരു സാധാ പ്ലാസ്റ്റിക് കേസ് ആണ്. വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല, പക്ഷേ എന്നാൽ നമുക്കൊരു ബാക്ക് സൈഡിൽ ഒരു ഡിസൈൻ ഉണ്ട്. അതൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നു. പിന്നെ വേറൊരു ബ്ലാക്ക് ബോക്സ്, അത് നമുക്ക് തുറക്കുമ്പോൾ ഒരു സിമേജിൻ്റെ ടൂളുണ്ട്. പിന്നെ നമുക്ക് ONEPLUSൻ്റെ ഒരു സ്റ്റിക്കറും പിന്നെ ആക്സസറീസ് ഗൈഡും പിന്നെ കുറച്ച് പേപ്പേഴ്സും പിന്നെ റിലയബിൾ ക്ലബിൻ്റെ മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ വലിയായിട്ടൊന്നും കാണിക്കുന്നില്ല, ഇത് ഞാൻ സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. നമുക്ക് അടുത്തൊരു ബ്ലൂ കളർ പേപ്പറുണ്ട്, നോഡ് എന്ന് എഴുതിയത്. അതെന്ന് വെച്ചാൽ ഈ ഒരു നോഡ് തുടങ്ങാനുള്ള കാരണവും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും അതിൻ്റെ കുറച്ച് ഫോട്ടോസും ഒക്കെയാണ്. അപ്പോൾ അത് സൈഡിലേക്ക് മാറ്റുന്നു. ഇനി നമുക്ക് ലഭിക്കുന്ന ഒരു ചാർജറാണ്, 30 വാട്ട് ചാർജറാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒരു USB Type-C കേബിൾ ലഭ്യമാണ്. ഒരു റെഡ് കളർ USB Type-C കേബിളാണ്. എനിക്ക് ONEPLUSൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെ ഈ ഒരു കേബിളാണ്. നല്ലൊരു നല്ല ക്വാളിറ്റിയുള്ളൊരു കേബിളാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഉള്ളൂ നമ്മുടെ ഈ ഒരു ബോക്സ്. ONEPLUS നോഡ് എന്ന് പറയുന്ന ഒരു ബോക്സിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ സൈഡിലേക്ക് മാറ്റി വെക്കാം, സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫോൺ നോക്കാം. ഫോൺ നമുക്ക് ഇൻ ഹാൻഡ് ഫീൽ, നമുക്ക് ആദ്യം കിട്ടുന്ന ആ ഒരു ഫീൽ എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റ് വെയ്റ്റും ഭയങ്കര തിക്നെസ്സൊക്കെ കുറഞ്ഞ ഒരു ഫോണാണ്. നമുക്ക് കാണാം, ഇതാണ് ഗ്രേ ഓൺസ് ഒരു കളർ വേരിയൻറ്റ്. നമുക്ക് കോഡ് ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഫ്രണ്ട് വൈസിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഡുവൽ ക്യാമറയാണ്, ഒരു AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കേസിട്ട് കാണിക്കാം. നമുക്ക് എങ്ങനെയാണ് ഒരു കേസിട്ട്, ഈ ഒരു സാധാ കേസിട്ട് ഇങ്ങനെ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം കേസ് ഇട്ടതിന് ശേഷം നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ കേസ് വരുമ്പോഴത്തേക്കുള്ള ഫോൺ. അത്യാവശ്യം നമുക്കൊരു യൂസിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ നമുക്ക് ഇടാം, അല്ലാതെ പെർമനൻ്റ് ആയിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല. പിന്നെ ഞാൻ കേസ് ഊരുവാണ്, ബിക്കോസ് എനിക്ക് ഇതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതുകൊണ്ട് ഞാൻ കേസ് ഇടുന്നില്ല, ഞാൻ ഊരി മാറ്റുവാണ്. അപ്പം ഇതാണ് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു പവർ ബട്ടണും പിന്നെ ഒരു സ്ലൈഡറും ഉണ്ട്. ONEPLUSൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റഡ് കാര്യമാണ് ഈ സ്ലൈഡർ. നമുക്ക് സൈലൻ്റ് ആക്കാം, വൈബ്രേറ്റ് അല്ലെങ്കിൽ നമുക്ക് റിങ് ചെയ്യുന്ന ഒരു ഓപ്ഷനിലേക്ക് ഇടാം. അതാണ് ഈ ഒരു സ്ലൈഡർ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്കൊരു പവർ ബട്ടൺ കിട്ടുന്നുണ്ട്. ഇതൊരു മെറ്റാലിക് പവർ ബട്ടണാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് നോക്കുമ്പോൾ വോളിയം ബട്ടണാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് മേളിലേക്ക് നോക്കുമ്പോൾ ഒരു നോയിസ് ക്യാൻസലേഷൻ ഇയർഫോൺ ഉണ്ട്.
ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു USB Type C മോണോ സ്പീക്കറും പിന്നെ ഒരു സ്ലിം സ്ലോട്ടും ഉണ്ട്. ഡ്യുവൽ സ്ലിം സ്ലോട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയും ബിൽഡ് മെറ്റീരിയലിനെ പറ്റി സംസാരിക്കാം. ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഗൊറില്ല ഗ്ലാസ് 5 ആണ്. എന്നാൽ ഇതിൻ്റെ നമുക്ക് സൈഡ് നോക്കുമ്പോൾ പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്കിതൊരു അലൂമിനിയം ഫ്രെയിമിങ്ങിൻ്റെ കോട്ടിംഗ് ആണ് നമുക്കിതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ നമുക്ക് നോക്കുമ്പോൾ അടിപൊളി തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടാമെന്ന് വെച്ച് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ഫോൺ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഡൗട്ടില്ല. അപ്പോൾ ഇതൊന്ന് സെറ്റാക്കി അല്ലെങ്കിൽ റെഡിയാക്കി വരുന്നിടം വരെ ഒന്ന് പോർട്ടബിൾ സെറ്റപ്പ് ആക്കി വരുന്നിടം വരെ നിങ്ങൾക്ക് ഞാൻ ഓവറോൾ സ്പെസിഫിക്കേഷൻസ് ഈ ഒരു സ്ക്രീനിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അങ്ങനെ ഞാൻ സെറ്റപ്പ് എല്ലാം ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു AMOLED ഡിസ്പ്ലേ, ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഇതിൽ കൂടി കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ OS പറ്റി പറയാം. സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ആഡ്സോ ഒന്നും ഇല്ലാത്തൊരു കിഡിലൻ OS തന്നെയാണ്. പിന്നെ നമുക്ക് 90 Hz റിഫ്രഷ് റേറ്റ് ഉള്ളത് കാരണം ഭയങ്കര സ്മൂത്താണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ. പല ആൾക്കാരും ഞാൻ കുറച്ച് ദിവസം മുമ്പേ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഒരു 50 താഴെ ബ്രൈറ്റ്നെസ്സിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഗ്രീൻ ടിൻ്റ് ഇഷ്യൂ വരുന്നുണ്ടെന്ന്. പക്ഷേ എന്നാലും ഈ ഒരു വേരിയൻറ്റിന് അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓവറോൾ ഞാൻ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. ഈ ഡിസ്പ്ലേ നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടി നോക്കാം. അതിനുശേഷം നമുക്ക് നോക്കാം ഇതിൻ്റെ ബ്രൈറ്റ്നസ് എത്രത്തോളം മീൻസ് ബ്രൈറ്റ്നസ് കൂടുമെന്ന്. ശരിക്കും നല്ലൊരു ബ്രൈറ്റ്നസ് ആണ്. ഔട്ട്ഡോറിലും ഇൻഡോറിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു സ്ക്രീൻ നമുക്ക് ലഭിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഓവറോൾ കാര്യങ്ങൾ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അമർത്തുക. ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ കമ്പാരിസൺ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ഗുഡ് ബൈ.